ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റിലത്തെ ബ്ലോക്കിൻ്റെ റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഏകദേശം ഫസ്റ്റിൽ വരുന്ന എക്സാമാണ്. അപ്പോൾ ഏകദേശം ഫസ്റ്റ് മുതൽ തന്നെ എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മൊത്തം ഒന്നാമത്തെ ബ്ലോക്കിൻ്റെ ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പിന്നെ ടെക്സ്റ്റ് ബുക്ക്. മീൻസ് നമുക്ക് ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും നമ്മൾ മുമ്പ് ക്ലാസ് എടുത്ത സമയത്ത് തന്നെ ക്ലാസ് പൂർണ്ണമായിട്ട് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിളായിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലൊരു സ്ട്രക്ചറായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ വളരെ ഈസിയാണ് അല്ലേ? പിന്നെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഒരു സബ്ജക്റ്റാണ് ആക്ച്വലി ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഒരു ടെൻഷനും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി പോവാം. എന്നിട്ട് ഞാൻ ലാസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കുകയും ചെയ്യാം എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഓൾറെഡി ഞാൻ PYQ ആഡ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ്. അതായത് നമുക്ക് പിന്നെ കഴിഞ്ഞ വർഷത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ വീഡിയോ എന്തായാലും വാച്ച് ചെയ്യണം. കാരണം ആ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ കഴിഞ്ഞ വർഷത്തെ ചോദ്യം അതിൻ്റെ പാറ്റേണും പിന്നെ അതിൽ ഓരോന്നിനും ഉത്തരം എഴുതേണ്ട രൂപവും പിന്നെ എത്ര വരെയൊക്കെ എഴുതണം പിന്നെ ചോയ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും എല്ലാവരും പോയിട്ട് വാച്ച് ചെയ്യണേ, PYQs. ഓക്കെ, കാരണം അതിലുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും റിപ്പീറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നത് നോക്കണേ. പിന്നെ നമ്മൾ എന്തായാലും ബ്ലോക്ക് റിവിഷനിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് 4 പിന്നെ യൂണിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ നമുക്ക് പിന്നെ കമ്മ്യൂണിക്കേഷനിലേക്കുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് വന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എന്തായാലും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മളതായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് പിന്നെ കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ, ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ആണ് അല്ലേ? നമ്മുടെ ഐഡിയകൾ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഇൻഫർമേഷനുകൾ, നമ്മുടെ കയ്യിലുള്ള ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മറ്റൊരാളുമായിട്ട് അത് കൺവേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനാണ് ആക്ച്വലി എന്ത് എന്ന് പറയുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടെക്സ്റ്റ്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിക്കുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ്, എമോഷൻസും അതുപോലെ തന്നെ ഐഡിയാസും ഇൻഫർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനുള്ള ഒരു ബേസിക് ഐഡിയ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ പ്രധാനമായിട്ടും 4 എലമെൻറ്റ്സ് ആണ് കമ്മ്യൂണിക്കേഷനിലുള്ളത്. ഇത് നമ്മൾ യൂണിറ്റിൽ 1 പഠിച്ച സംഭവമായിരുന്നു അല്ലേ? പ്രധാനമായിട്ടും 4 സംഗതികൾ വേണം, എന്നാലാണ് ഒരു സ്മൂത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ എന്തൊക്കെയാണ് 4 സംഗതികൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെൻറ്റർ വേണം, പിന്നെ മെസ്സേജ് വേണം, ഒരു മീഡിയം വേണം, റിസീവർ വേണം, പിന്നെ ഫീഡ്ബാക്ക് അല്ലേ? ഫീഡ്ബാക്ക് എന്നുള്ള ഒരു അഡീഷണൽ സംഗതി കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ 5 എലമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു സെൻറ്റർ എന്തായാലും വേണം. അപ്പോൾ ഞാൻ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്ന ആൾ, ഞാനാണ് ആ കമ്മ്യൂണിക്കേഷൻ്റെ സെൻറ്റർ. ഞാൻ പറയുന്ന ആ ഒരു സംഗതി, ഇപ്പോൾ ഞാനൊരു ഇവിടുന്ന് ഇന്ന് രാത്രി നമുക്ക് ഫുട്ബോൾ മാച്ച് ഉണ്ട് കേട്ടോ എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മാച്ചാണ് അവിടെ, ആ ഒരു മാച്ച് ഉണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതാണ് അവിടുത്തെ മെസ്സേജ്. ആ ഒരു വാക്ക്, ഞാൻ പറയുന്ന കാര്യമാണ് മെസ്സേജ്. എൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്ന് ഇത് കേൾക്കുന്ന ആളാണ് ആക്ച്വലി എന്തായിട്ട് വരുന്നത്, റിസീവറായിട്ട് വരുന്നത്. പിന്നെ മീഡിയം, ഇപ്പോൾ ഞാൻ എന്ത് മീഡിയം ഉപയോഗിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് മീഡിയം ഒന്നുമില്ല, ഞാൻ നേരെ വാക്കുകൊണ്ട് പറയാണ്. പക്ഷേ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഒരാളോട് പറയാണ് അല്ലേ, എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ഒരാൾക്ക് ഫോൺ വിളിച്ചിട്ട് പറയാണ്, ഓക്കെ ഇന്ന് പിന്നെ ബ്രദർ ഇന്ന് രാത്രി നമുക്ക് മാച്ച് ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഫോൺ എന്നുള്ള ഒരു മീഡിയം ത്രൂ ആണ് ഞാൻ പുള്ളിയോട് കാര്യം പറയുന്നത്. അപ്പോൾ അവിടെ മീഡിയം എന്നുള്ളൊരു സംഗതി കൂടി കമ്മ്യൂണിക്കേഷനിൽ ആഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കേട്ടതിന് ശേഷം പുള്ളി എന്തെങ്കിലും തിരിച്ചിങ്ങോട്ട് പറയുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 5 എലമെൻറ്റ്സ് ആണ് കമ്മ്യൂണിക്കേഷന് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സെൻറ്റർ, മെസ്സേജ്, മീഡിയം, റിസീവർ, ഫീഡ്ബാക്ക്. ഈ സാധനങ്ങൾ ഒരിക്കലും മറക്കരുത്. SMM RF എന്നുള്ള ഒരു കോഡിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. SMM 2 M വരുന്നുണ്ട്, പിന്നെ R വരുന്നുണ്ട്, F വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കോഡ് വെച്ചിട്ട് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ അത് നമ്മൾ മറന്നു പോകില്ല. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടീച്ചർ അല്ലേ, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ന്യൂസ് ആങ്കർ ഒരു ന്യൂസ് വായിക്കുകയാണ്. ഇതൊക്കെ എന്താണ്, ശരിക്കും കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ഞാനാണ് സംസാരിക്കുന്ന സെൻറ്റർ, ഞാൻ പറയുന്ന ഈ ഒരു കാര്യമാണ് മെസ്സേജ്, നമ്മുടെ ക്ലാസ്സാണ് മെസ്സേജ്, നിങ്ങളാണ് റിസീവർ. ഞാനിപ്പോൾ വീഡിയോ ത്രൂലാണ് ഓൺലൈനിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അതൊക്കെയാണ് മീഡിയം.
പിന്നെ ഫീഡ്ബാക്ക്, നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് ക്ലാസ് ഉഷാറായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ക്ലാസ് പോരാട്ടോ, സൗണ്ട് കുറച്ച് കൂട്ടണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് തരുമ്പോൾ അതാണ് ഫീഡ്ബാക്കിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നോക്കാം. നമ്മൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാണ്. പിന്നെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വലിയൊരു സംഗതിയാണ്, അതിലെല്ലാ സംഭവങ്ങളും അതിൽ പെട്ടു. അപ്പോൾ ഇതിനുള്ളിൽ വരുന്ന കുറച്ച് വിഭാഗങ്ങളുണ്ട്, അതിൻ്റെ കുറച്ച് ടൈപ്പുകളുണ്ട്. ഒന്നാമത് നമുക്കറിയാം വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന രണ്ടെണ്ണമാണ് വെർബലും നോൺ വെർബലും. വെർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന, നമ്മൾ വാ കൊണ്ട് പറയുന്ന സംഗതിക്കും പറയും, അതേപോലെ തന്നെ റിട്ടേണും നമ്മൾ ആക്ച്വലി വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സംഭവം ഇത് ആക്ച്വലി എൻ്റെ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. കാരണം ഞാൻ വാക്കുകൊണ്ട് അത് ഉച്ചരിച്ച് അത് പറയുന്നുണ്ട്, അപ്പോൾ അത് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പെടുന്നൊരു സംഗതിയാണ്. അതേസമയം തന്നെ ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇമെയിൽ എഴുതുകയാണ് അല്ലേ, നിങ്ങൾ ഇന്ന ഡേറ്റിൽ എക്സാം ഉണ്ട്, അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഇമെയിൽ അയക്കാണ്. അപ്പോൾ ഞാൻ അയക്കുന്ന ഇമെയിലും ആക്ച്വലി എന്തിൽ പെടുന്നതാണ്, റിട്ടേൺ കമ്മ്യൂണിക്കേഷനും വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സംഗതിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അയക്കുന്ന ഇമെയിൽസ് ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് നടത്തുന്ന ക്ലാസ്സസ് ആവട്ടെ, ഞാൻ ഒരു ഫോം വിളിച്ച് നിങ്ങളോട് പറയുന്നതാവട്ടെ, അതൊക്കെ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പെടുന്ന സംഭവങ്ങളാണ്. ലെറ്റർ അയക്കുക, കത്ത് അയക്കുക, അതൊക്കെ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ പെടുന്നതാണ്. ഇനി മറ്റൊന്നാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ്. അതിൽ പെടുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും ആണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഒരു കത്ത് എഴുതുന്നില്ല, അല്ലെങ്കിൽ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല, വാക്കുകൊണ്ടൊന്നും പറയുന്നില്ല. ഇതൊന്നും ഇല്ലാതെ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ഇപ്പോൾ ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ്, ഇപ്പോൾ ഞാനൊരു വാക്ക് പറയുന്നില്ല, ഞാൻ വാ പൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യും, എൻ്റെ അടുത്തേക്ക് നടന്നു വരും. അതിൻ്റെ അർത്ഥം എന്താ, ഞാനൊരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഇവിടെ വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ. പക്ഷേ ഞാൻ എന്താ കാട്ടി, എൻ്റെ ജസ്റ്റേഴ്സ് മാത്രമാണ്. ഞാനിങ്ങനെ ഹാൻഡ് മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ പുള്ളി ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അല്ലേ, ഇങ്ങനെ ആക്കി, യെസ് സ്റ്റോപ്പ്, നിങ്ങളവിടെ നിൽക്കുന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. കാരണം ഇതൊക്കെ എന്താണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആളുകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലേ, ഇപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ചൂടായിട്ട് ഒരാളോട് നോക്കുകയാണ്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇയാൾ ആംഗ്രി ആണ് എന്നുള്ളതാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആംഗ്രി ആണെന്നുള്ളത് മനസ്സിലായി. ഞാൻ ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്, കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, യെസ് പുള്ളി ഭയങ്കര സാഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജ് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഉദാഹരണം, ഇവിടെ തംസപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരാൾ നന്നായിട്ട് പ്രസംഗിച്ചു, അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി, അതിൻ്റെ അവസാനത്തിൽ അടിപൊളിയായിട്ടുണ്ടാണ് അർത്ഥം അല്ലേ, തംസപ്പ്. ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്താണ് പുള്ളീനെ. പക്ഷേ ഞാനൊരു വാക്ക് ഉപയോഗിച്ചോ, ഒന്നും പറയാതെ തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയപ്പോൾ തന്നെ ആൾക്കത് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് നോൺ വെർബലിൽ വരുന്നത്. പിന്നെ വിഷ്വൽ ഉണ്ട്. വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇമേജസ്, സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുവരുന്ന കമ്മ്യൂണിക്കേഷൻ. ഉദാഹരണം, റോഡിലുള്ള സൈൻസുകളൊക്കെ അല്ലെ, വണ്ടി ഓടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പി എന്ന് എഴുതിയിട്ട് അത് ഒരു റൗണ്ടിലിട്ടിട്ട് ഇങ്ങനെ വിട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഓക്കെ ഇവിടെ പാർക്ക് ചെയ്യരുത്, അതല്ലെങ്കിൽ ഇത് പോയിട്ട് ഇങ്ങോട്ട് തിരിയണം എന്നുള്ള അരമാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിയണം, ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് തിരിയണം, അതൊക്കെയാണ്. അപ്പോൾ ഇത്തരം സൈനുകൾ അല്ലെങ്കിൽ റോഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആക്ച്വലി വിഷ്വൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങൾ കാണുമ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി വിഷ്വൽ ഇമേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കി ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ വിഷ്വലിൻ്റെ ഒരു എക്സാമ്പിൾ ഇല്ലേ, ട്രാഫിക് ലൈറ്റ് സിഗ്നൽസ്, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ അവിടെ പോകരുതെന്നാണ്, ചുവപ്പ് കത്തി കഴിഞ്ഞാൽ നമ്മൾ പോകാൻ പറ്റില്ല, പച്ച കത്തിയാൽ പോവാം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ലാംഗ്വേജ്, ഒറിജിൻ ഓഫ് ലാംഗ്വേജ് തിയറീസ് എന്നുള്ളത്. ഇത് നമ്മൾ എന്തായാലും നോക്കണം, കാരണം വെരി ക്രൂഷ്യലാണ്. കഴിഞ്ഞ PYQ ഞാൻ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് തിയറീസ് എന്തായാലും പഠിച്ചു വെക്കണം, എല്ലാ തിയറി ഇല്ലെങ്കിലും കുറച്ച് തിയറീസ് എന്തായാലും പഠിച്ചു വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് തിയറികൾ, ഇപ്പോൾ ബൗവോ തിയറി ഉണ്ട്. ഈ ബൗവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സൗണ്ട് തിയറി എന്നൊക്കെ പറയുന്ന സംഭവമാണ് അല്ലേ. കാരണം ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഹ്യൂമൻസ് ഇമിറ്റേറ്റിംഗ് നാച്ചുറൽ സൗണ്ട്സ് എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ്റെ ഭാഷ എങ്ങനെയാണ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഷ വേണമല്ലോ. ഭാഷ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഭാഷ ഉണ്ടായത് ഈ നാച്ചുറൽ പ്രകൃതിയിൽ ജീവിക്കുന്ന അനിമൽസും അതുപോലെ തന്നെ മറ്റുള്ള പല സംഭവങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ ശബ്ദത്തിൽ നിന്ന് അതിനെ അനുകരിച്ചുകൊണ്ട് മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് മനുഷ്യന് തൻ്റെ ഭാഷ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഈ തിയറിക്കാർ പറയുന്ന സംഭവം. ഇതിനാണ് നാച്ചുറൽ സൗണ്ട് തിയറി, അതല്ലെങ്കിൽ ബൗ തിയറി എന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ അനിമൽസിൻ്റെ ശബ്ദമായിരിക്കും, തണ്ടർ അല്ലെങ്കിൽ വിൻഡ്, അങ്ങനെയുള്ള ഏത് സൗണ്ടും ആവാൻ സാധ്യതയുണ്ട്. അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് മനുഷ്യൻ തൻ്റെ ഭാഷ ഉണ്ടാക്കി എന്ന് പറയുന്ന ആ തിയറിക്കാരുടെ പേരാണ്, അവരുടെ ആ തിയറിൻ്റെ പേരാണ് ബൗവോ തിയറി എന്നുള്ള ഒരു തിയറി. ഇതുപോലെ ഒരുപാട് തിയറികളുണ്ട് അല്ലേ.
പിന്നെ സോഷ്യൽ ഇൻ്ററാക്ഷൻ തിയറി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു തിയറി ഉണ്ട്. ഇതിന് യോ ഹി ഹോ തിയറി എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ഇത് ലാംഗ്വേജ് ഉണ്ടായി വന്നിട്ടുള്ളത് സോഷ്യൽ കോർപ്പറേഷൻ കാരണമായിട്ടാണ്. പ്രധാനമായിട്ടും കളക്റ്റീവ് ആക്ടിവിറ്റീസ്, ഹണ്ടിങ്, ബിൽഡിങ്. ഇപ്പോൾ ആളുകൾ വീടുണ്ടാക്കുക പണ്ടത്തെ കാലത്ത്, അതല്ലെങ്കിൽ ഹണ്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവർ കളക്റ്റീവായിട്ട് പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ സമയത്ത് വരുന്ന സോഷ്യൽ കോർപ്പറേഷൻ കാരണമായിട്ടുണ്ടായി വന്നിട്ടുള്ളതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നതാണ് ശരിക്ക് ഈ ഒരു തിയറിൻ്റെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് നോക്കി നോക്ക്, നമ്മൾ ബൗവോ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പേരാണ് യോ ഹി ഹോ തിയറി എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ പിന്നെ മറ്റൊരു തിയറിയാണ് ഇപ്പോൾ പൂപ്പു തിയറി. പൂപ്പു തിയറി ലാംഗ്വേജ് ഒറിജിനേറ്റഡ് ഫ്രം ഇൻസ്റ്റിങ്ക്റ്റീവ് ഇമോഷണൽ ക്രൈസ്. അപ്പോൾ നമുക്ക് പെയിൻ, ഒരാൾ നമ്മൾ ഇടിച്ചു, ഭയങ്കര വേദനയോടെ നമ്മൾ കരഞ്ഞു, ഭയങ്കര സന്തോഷം ഉണ്ടായപ്പോൾ നമ്മൾ ശബ്ദം ഉണ്ടാക്കി, നമ്മൾ അത്ഭുതപ്പെട്ടപ്പോൾ ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ ഇത്തരം ശബ്ദങ്ങളിൽ നിന്നാണ്, പിന്നെ ഇമോഷണൽ ക്രൈസിൽ നിന്നാണ് ശരിക്ക് എന്ത് വന്നത്, ലാംഗ്വേജ് ഉണ്ടായി വന്നത് എന്ന് പറയുന്ന ആളുകളാണ് പൂപ്പു തിയറിൻ്റെ ആൾക്കാർ. അപ്പോൾ ഇതുപോലെ ഒരുപാട് തിയറികൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തു മാത്രം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് തിയറികൾ നമ്മൾ എന്തായാലും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, കാരണം അതെന്തായാലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ട് അതിൻ്റെ എന്താ പേര് വരാൻ ചോദിക്കും, അല്ലെങ്കിൽ തിയറി കൊടുത്തിട്ട് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അടുത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികൾ ഉണ്ടായിരുന്നത്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മളൊരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു സെൻറ്റർ ഒരു റിസീവറോട് നടത്തുന്ന മെസ്സേജാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഒരുപാട് പിന്നെ ബാരിയർ ഉണ്ടാവും. ബാരിയർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുന്ന സംഭവങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് ഒരു ഫിസിക്കൽ ബാരിയർ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നോയ്സ്, ഡിസ്റ്റൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നുണ്ട്, എൻ്റെ മുമ്പിൽ മെസ്സേജ് കേൾക്കാനിരിക്കുന്ന ആൾക്ക് എന്താവുന്നില്ല, അത് കൃത്യമായിട്ട് കേൾക്കുന്നില്ല, കാരണം നോയ്സ് ഉണ്ട്, ഒരുപാട് ഇവിടുന്ന് ഒക്കെ ശബ്ദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. മറ്റൊരു സംഗതിയാണ് പിന്നെ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പറയുന്നുണ്ട്, പുള്ളി ഇരിക്കുന്നത് 1 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഫിസിക്കൽ ബാരിയറാണ്, കാരണം എൻ്റെ ശബ്ദം അങ്ങോട്ട് കേൾക്കില്ല കൃത്യമായിട്ട്. കേട്ടാൽ തന്നെ ഒരു അല്പം കേൾക്കാൻ സാധ്യതയുള്ളൂ, അല്ലേ? അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾക്കാണ് ഫിസിക്കൽ ബാരിയർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ വളരെ അടുത്താവുക, ക്ലോസ് പ്രോക്സിമിറ്റിയിലാവുക, അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിലാവുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബാരിയർ ഇല്ലാതിരിക്കാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ വീക്ക് ഫോൺ സിഗ്നൽസ് ഒക്കെ ഫിസിക്കൽ ബാരിയർ. അപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നെറ്റ്വർക്ക് തീരെ കണക്റ്റ് ആവുന്നില്ല, പറയുന്നത് പുള്ളിക്ക് കേൾക്കുന്നില്ല, ഇതൊക്കെ ഫിസിക്കൽ ബാരിയറിൽ വരുന്ന സംഭവമാണ്. ഇനി മറ്റൊന്നാണ് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ നമ്മുടെ ഇമോഷൻസ് കാരണമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇപ്പോൾ കാരണം നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട്, കാരണം ഇപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന് 2 മണിയാകുമ്പോഴത്തേന് പിന്നെ എന്ത് ചെയ്യണം, ഫുള്ള് പ്രോഗ്രാം ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാമിന് വന്നതാണ്, ഇപ്പോൾ 1:45 ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, 2 മണിയാകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഞാൻ നടത്തുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ബെറ്റർ ആവില്ല, കാരണം എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. 15 മിനിറ്റ് ഉള്ളൂ, 15 മിനിറ്റിനുള്ളിൽ ഞാനൊരു മണിക്കൂറിന് വേണ്ടി പ്രിപ്പയർ ആയി വന്നിട്ടുള്ള കാര്യം എന്ത് ചെയ്യണം, പറഞ്ഞ് തീർക്കണം. അപ്പോൾ അത് ഭയങ്കര സ്ട്രെസ്സോട് കൂടിയായിരിക്കും ഞാൻ പറയുന്നുണ്ടാവാം. അപ്പോൾ ഇത് ശരിക്ക് കമ്മ്യൂണിക്കേറ്റർക്ക് തൻ്റെ റിസീവറോട് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ഒരു ബാരിയറാണ്. കാരണം സൈക്കോളജിക്കൽ ബാരിയറാണ്. എനിക്ക് സ്ട്രെസ്സ് വരുന്നുണ്ട്, ആ സ്ട്രെസ്സ് കാരണമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇപ്പോൾ പബ്ലിക് സ്പീക്കിങ്ങിൽ വരുന്ന നെർവസ്നെസ്, ഞാനീ പറഞ്ഞ ഒരു ഉദാഹരണം വെച്ച് നോക്കിയാൽ മതി. കാരണം നമ്മൾ ഭയങ്കര നെർവസ് ആയിരിക്കും, ടൈം ഇടയ്ക്കിടയ്ക്ക് നോക്കും, അപ്പോഴൊന്നും നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ സംഗതിയാണ് ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്നുള്ളത്. ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ, ലാംഗ്വേജ് ഡിഫറൻസസ് ആണ്, ഭാഷയിൽ വരുന്ന ഒരുപാട് ഡിഫറൻസസ്. അതായത് ഇപ്പോൾ ഫോറിൻ ടൂറിസ്റ്റ് അവർ എന്ത് ചെയ്യാണ്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഡയറക്ഷൻസ്, അല്ലേ? കാരണം അവർക്ക് മലയാളം അറിയില്ല, നമ്മൾ മലയാളത്തിലാണ് ബോർഡ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്, വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് എന്നൊക്കെ മലയാളത്തിൽ കൊടുത്തുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതറിയാതെ വന്ന ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് വന്നൊരു ടൂറിസ്റ്റ് ആകെ നട്ടം തിരിയും, കാരണം അവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഡയറക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, ലിംഗ്വിസ്റ്റിക് ബാരിയറാണ്, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പിന്നെ മറ്റൊന്നാണ് കൾച്ചറൽ ബാരിയർ, അതായത് ഡിഫറെൻറ്റ് കസ്റ്റംസിൽ നിന്ന് വരുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാവുന്ന കമ്മ്യൂണിക്കേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ. കാരണം ചിലയിടത്ത് ഹാൻഡ് ഷേക്ക് ചെയ്യൽ വളരെ നല്ല കാര്യമായിരിക്കും, ചിലയിടത്ത് ഹാൻഡ് ഷേക്ക് ചെയ്യലുണ്ടാവില്ല. ചിലയിടത്ത് ഇപ്പോൾ ജപ്പാൻ ആ ഭാഗത്തൊക്കെ ബോ ചെയ്യലായിരിക്കും, അല്ല അവരിങ്ങനെ കുനിയ ചെയ്യാം, കാരണം അവരുടെ ഒരു ഗ്രീറ്റിംഗ് ആണ്. പക്ഷേ ചിലയിടത്ത് കുനിയ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ കൾച്ചറൽ ഡിഫറൻസ് കാരണമായിട്ടുണ്ടാവുന്ന, ഡിഫറെൻറ്റ് കസ്റ്റംസ് കാരണമായിട്ടുണ്ടാവുന്ന ബാരിയേഴ്സ്, അത് മറ്റൊന്നാണ്. പിന്നെ സെമാൻറ്റിക്, ഓർഗനൈസേഷനിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബാരിയേഴ്സ് നമുക്ക് അവിടെ പറയാനുണ്ട്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഉണ്ടാകുന്ന ഹൈറാർക്കി, അല്ലേ? ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളും ഏറ്റവും അടി ലെവലിൽ നിൽക്കുന്ന ആളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതിൽ വരുന്ന പ്രശ്നങ്ങൾ, ബാരിയേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള ബാരിയേഴ്സ്. അപ്പോൾ അതൊക്കെയാണ് ഓർഗനൈസേഷനിൽ ബാരിയേഴ്സിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കണം, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളതും നോക്കി വെക്കണം. ഇപ്പോൾ
നെക്സ്റ്റ് പറയാനുള്ളത് കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ടൈപ്പുകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ വെർബലും നോൺ വെർബലൊക്കെ ഉണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റു ചില പിന്നെ രൂപങ്ങൾ കൂടി നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പോൾ നമ്മളൊരു ഓഫീസ് സെറ്റിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. കാരണം നമ്മൾ ഒരു എംപ്ലോയി ആണ്, നമ്മുടെ മുമ്പിൽ നമ്മുടെ CEO അതല്ലെങ്കിൽ മറ്റുള്ള എംപ്ലോയീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് അവരോട് നടത്തുന്ന അത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒക്കെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അതേസമയം ഇൻഫോർമൽ എന്തായിരിക്കും? ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ, ചിറ്റ്-ചാറ്റുകൾ അല്ലേ, എടാ പിന്നെ എന്താ ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന വളരെ കാഷ്വലായിട്ട് വളരെ പിന്നെ സിമ്പിളായിട്ട് നമ്മൾ പിന്നെ ഫ്രണ്ട്ലി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും. അതൊക്കെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസിൽ വരുന്നത്. പിന്നെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും അപ്വാർഡും ഡൗൺവാർഡൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ട് കമ്പനീസിൽ കാണാൻ പറ്റുന്ന സംഭവമാണ് അല്ലേ. MNCs മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ ആണെന്ന് അവിടെ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻസ്. ഇപ്പോൾ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവും അല്ലേ, ഒരു അടിയിൽ നിന്ന് നേരെ മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഏറ്റവും അടിയത്തെ എംപ്ലോയി മുകളിലത്തെ ആളോട് പറഞ്ഞു, പിന്നെ അവിടുത്തെ മുകളിലത്തെ ആളോട് പറഞ്ഞു, പിന്നെ അങ്ങനെ പറഞ്ഞു. അതൊക്കെ പിന്നെ അപ്വാർഡ് കമ്മ്യൂണിക്കേഷൻസിലും അതുപോലെ ഉണ്ടാവും. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഞാനും എൻ്റെ കൊളീഗും ഞങ്ങളുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇത് ആക്ച്വലി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഞങ്ങളൊക്കെ ഒരേ കമ്പനിയിൽ ഒരേ ലെവൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇത് ഹൊറിസോണ്ടലാണ്. പക്ഷേ അതേസമയം അപ്വാർഡ് ഡൗൺവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അപ്പോൾ CEO ഏറ്റവും അടിയിൽ ഉള്ള ഒരു L1 ഒരു എംപ്ലോയിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അത് മുകളിൽ നിന്ന് അടിയിലേക്ക് വരുന്ന സംഭവമാണ് അല്ലേ. ഡൗൺവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, ഡൗൺവാർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അപ്വാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അടിയത്തെ എംപ്ലോയി മുകളിലത്തെ പിന്നെ ഏറ്റവും ടോപ്പ് CEO അല്ലെങ്കിൽ MDനോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അപ്വാർഡ് കമ്മ്യൂണിക്കേഷനാണ്. അതിങ്ങനെ സ്റ്റെപ്പായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ലാസ്റ്റ് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഓറൽ കമ്മ്യൂണിക്കേഷനാണോ റിട്ടൺ കമ്മ്യൂണിക്കേഷനാണോ ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ രണ്ടിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇനി കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ വളരെ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുക എന്നുള്ളത്. ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്യണം, സിമ്പിൾ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യണം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ലിസണിങ്. നമ്മൾ ഇപ്പോൾ ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ലിസൺ ചെയ്യാനും കൂടി ശ്രമിക്കണം. നമ്മൾ ഫുള്ള് ബളബളാച്ചിട്ട് പറയാതെ ആൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആക്റ്റീവ് ലിസണിങ് വേണം. ഫോക്കസ് ചെയ്തിട്ടുണ്ട് ആൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, എന്നിട്ട് റെസ്പോണ്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് നല്ല കമ്മ്യൂണിക്കേറ്റർ ആകാൻ പറ്റുക. പിന്നെ മറ്റൊന്നാണ് ഫീഡ്ബാക്ക് മെക്കാനിസം അല്ലേ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലായില്ല, നമ്മൾ ചോദിക്കുക, ആസ്ക് ക്വസ്റ്റ്യൻസ്. അതുപോലെ ഡൗട്ട്സ് ഉണ്ട് പറയുന്നതിൽ, അപ്പോൾ നമ്മൾ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക. ഇതൊക്കെ നമുക്ക് ലെക്ചറിൽ അല്ലേ, ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ അല്ലേ, ഫീഡ്ബാക്ക് മെക്കാനിസം. ഇതൊക്കെ നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ, ബാരിയേഴ്സ് ഇല്ലാതാക്കും. പിന്നെ ഇതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഡോക്ടർ എക്സ്പ്ലെയിനിങ് മെഡിക്കൽ ടേംസ് ഇൻ ലേമാൻസ് ലാംഗ്വേജ്. ഇത് മറ്റൊന്നാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സംഗതി ഉപയോഗിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ആ പുള്ളി മെഡിക്കൽ ടേമുകൾ അദ്ദേഹം എന്ത് ചെയ്യാണ് തൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ലേമാൻ്റെ ഭാഷയിൽ. ഇപ്പോൾ ലേമ എന്ന് പറഞ്ഞ ഒരു ലേബർ, ഒരു പണിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുകയാണ് മെഡിക്കൽ ടേം. ഒരിക്കലും പ്രോപ്പർ ആവില്ല. കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ഡോക്ടർക്ക് മെഡിക്കൽ ടേം അവരുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ പറഞ്ഞു കൊടുക്കണം, അപ്പോഴാണ് സ്റ്റുഡൻസ് മനസ്സിലാവുക. പക്ഷേ ലേമാൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാലാണ് മറ്റുള്ള ലേമാൻസിന് മനസ്സിലാവാം. ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ നേരത്തെ ലാംഗ്വേജ്, കൾച്ചർ, സെമാൻറ്റിക് തുടങ്ങിയിട്ടുള്ള ബാരിയേഴ്സ് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി. ഇനി 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് അടുത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് 4 സ്കിൽസ് എന്ന് പറഞ്ഞാൽ LSRW ആണ്. LSRW എന്നുള്ള ഈ ഒരു ഷോർട്ട് കാണാൻ പഠിച്ചാൽ മതി. LSRWയിൽ ഫസ്റ്റ് വരുന്നത് ലിസണിങ് ആണ്. ലിസണിങ് എന്ന് പറഞ്ഞാൽ 2 കാര്യം നോക്കണം. അണ്ടർസ്റ്റാൻഡിങ് മെസ്സേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കേൾക്കുക എന്നുള്ളത് ഡിഫറെൻ്റ് ആണ്, ലിസൺ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കേൾക്കുക, നമ്മൾ വണ്ടി പുറത്തു കൂടെ പോകുന്നുണ്ടെങ്കിൽ വണ്ടി ഓൺ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കേൾക്കും, അത് നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ലിസണിങ് അല്ലേ. ആ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പോൾ ഒരാൾ ക്ലാസ് എടുക്കുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോ കാണുന്നുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, അത് ലിസണിങ് ആണ്. ഇപ്പോൾ ഞാൻ പറയുന്ന ക്ലാസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഇത് ആക്ച്വലി എന്താണ്? ലിസണിങ് ആണ് അല്ലേ. പക്ഷേ അവിടുന്ന് ആരോ പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഒരാൾ പൂക്കുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും എന്താണ്? അത് ഹിയറിംഗ് ആണ്, ലിസണിങ് അല്ല. അപ്പോൾ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാണ് നമ്മൾ ലിസണിങ് എന്ന് പറയുക. അപ്പോൾ ലിസണിങ് ടു എ പോഡ്കാസ്റ്റ്, യൂട്യൂബ് വീഡിയോ, ഇതൊക്കെ ആക്ച്വലി ലിസണിങ്ങിൽ വരുന്ന സംഗതികളാണ്. ഒരു ലെക്ചറൊക്കെ കേൾക്കാം. പിന്നെ മറ്റൊന്നാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കാം അല്ലേ.
കമ്മ്യൂണിക്കേഷൻ്റെ 4 സ്കിൽസാണ്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യണം. പിന്നെ സ്പീക്കിംഗ്, നമ്മൾ സംസാരിക്കണം. ക്ലിയർലി നമ്മുടെ തോട്ടുകൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഒരു സ്പീച്ച് നടത്തുക അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മൾ സ്പീക്കിങ്ങിൽ വരുന്ന സംഭവങ്ങളാണ്. പിന്നെ റീഡിംഗ് ആണ് മറ്റേ കമ്മ്യൂണിക്കേഷൻ. അതായത് റീഡിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ വായിക്കില്ല, നമ്മൾ ആ ഒരു ടെക്സ്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ വായിക്കുക. അതായത് നമ്മുടേതായിട്ടുള്ള തോട്ടുകളൊക്കെ കൊടുത്ത് നമ്മുടേതായിട്ടുള്ള ആലോചനകളൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് വായിക്കുന്നതിനാണ് റീഡിംഗ് എന്ന് പറയുക. ശരിക്കും ജസ്റ്റ് നമ്മളിങ്ങനെ പേജ് ഇങ്ങനെ ഇതാക്കി പോകണമെങ്കിൽ ശരിക്കും റീഡിംഗ് എന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു നോവലൊക്കെ വായിക്കുന്ന, നമ്മളതിൻ്റെ ക്യാരക്ടേഴ്സിനൊക്കെ മനസ്സിലാക്കി അതിൻ്റെ കൂടെ ജീവിച്ച് അങ്ങനെ വായിക്കുന്ന, അതിനാണ് നമ്മൾ റീഡിംഗ് എന്ന് പറയുക. പിന്നെ റൈറ്റിംഗ് ആണ് അവസാനത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ, അല്ലേ? ഇപ്പോൾ നമ്മൾ കൺവേയിങ് ഐഡിയാസ് ഇൻ റിട്ടൺ ഫോം. ഇപ്പോൾ നമ്മൾ ഒരു ലേഖനം എഴുതുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കത്ത് എഴുതുന്നു, അല്ലെങ്കിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുന്നു, ഇതൊക്കെ റിട്ടൺ ഫോമിൽ നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. ഇമെയിൽ എഴുതുന്ന ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലിസണിങ് സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആക്റ്റീവും പാസീവും ആയിട്ടുള്ള ലിസണിങ് സ്കിൽസ് വരുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ ലിസണിങ് സ്കില്ലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, നന്നായിട്ട് നമ്മൾ ലിസൺ ചെയ്യണം, ശ്രദ്ധിക്കണം, അപ്പോഴാണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവുള്ളൂ. അപ്പോൾ ലിസണിങ് സ്കിൽസിന് നമുക്ക് വേണ്ട 2 സ്കില്ലാണ്. 2 ടൈപ്പിലുള്ള ലിസണിങ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്ന് ആക്റ്റീവ് ലിസണിങ് ആണ്, മറ്റ് പാസീവ് ലിസണിങ് ആണ്. ആക്റ്റീവ് എന്ന് പറഞ്ഞ ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര ഫോക്കസ്ഡും ആൻഡ് റെസ്പോൺസീവ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നത് ആക്റ്റീവ് ലിസണർ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളും ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും, ഫോക്കസ്ഡ് ആയിരിക്കും. കാരണം നിങ്ങൾക്ക് എക്സാമിന് പാസ്സാവണം. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ് ശ്രദ്ധിച്ചേ പറ്റൂ. റിവിഷൻ ക്ലാസ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ റെസ്പോൺസ് നിങ്ങൾ ചോദിക്കും. അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോഴാണ് ആക്റ്റീവ് ലിസണർ ആവുന്നത്. പാസീവ് ലിസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിയറിംഗ് ബട്ട് നോട്ട് ഫുള്ളി എൻഗേജിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ മദറോ അല്ലെങ്കിൽ ഫാദറോ തമ്മിൽ എന്തെങ്കിലും കൺവെർസേഷൻ നടക്കുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, ചെവിയിൽ അത് വന്ന് പതിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങളത് ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. ഇതാണ് പാസീവ് ലിസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഹിയറിംഗ് എന്നുള്ള സംഭവമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റുഡൻറ്റ് ടേക്കിംഗ് നോട്ട്സ് ഇൻ ക്ലാസ് ആക്റ്റീവ്, ഡിസ്ട്രാക്റ്റഡ് സ്റ്റുഡൻറ്റ് പാസീവ്, അല്ലേ? നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത്, എൻ്റെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ടൊക്കെ എഴുതിയിട്ട് വളരെ കൃത്യമായിട്ടാണ് കേൾക്കുന്നത്, അത് ആക്റ്റീവ് ലിസണറാണ്. അതല്ല നിങ്ങൾ ജസ്റ്റ് വേറെ എന്തോ ഒരു ആലോചനയിലാണ്, ഓക്കെ നാളെ കോഴിക്കോട് ബീച്ചിൽ പോകണം, അതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, എന്നാൽ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്, അതെന്താണ്? ഡിസ്ട്രാക്റ്റഡ് സ്റ്റുഡൻ്റ് ആണ്, പാസീവ് ലിസണിങ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് ഭാഷൻ്റെ, അല്ലേ, ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് വന്ന എങ്ങനെയായിരുന്നു അത് ഉയർന്നു വന്നത്, അതിൻ്റെ പ്രാധാന്യം, അതൊക്കെയായിരുന്നു അവസാനത്തെ യൂണിറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്, 4ാമത്തെ യൂണിറ്റിൽ വന്ന കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്നത് മനസ്സിലാക്കുക. ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ടും ബിസിനസ്സിന് വേണ്ടിയിട്ടും സയൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. മാത്രമല്ല ടെക്നോളജി ആൻഡ് മീഡിയ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഡൊമിനേറ്റ്സ് ദ ഇൻ്റർനെറ്റ് എന്നൊക്കെ പറയാം, അല്ലേ? കാരണം ഇൻ്റർനെറ്റിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻസോ എന്തെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഗൂഗിളോ അതൊക്കെ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല മൂവീസ്, റിസർച്ച് പേപ്പേഴ്സ്, ഇതൊക്കെ ഇംഗ്ലീഷ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു എസ്സേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് എഴുതാമെന്നർത്ഥം. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? ഇംഗ്ലീഷ് ഭാഷ അറിയുന്നവർക്ക് ഗ്ലോബൽ ജോബ് മാർക്കറ്റിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷിനെ കുറിച്ചിട്ടുള്ള ഒരു സബ്ഹെഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് നോക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഷോർട്ട് നോട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ്, അല്ലേ, പിന്നെ വൈഡ്ലി ഇന്ത്യയിലേക്ക് ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം നോക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ബ്രിട്ടീഷ് കൊളോണിയലൈസേഷൻ വന്നതിന് ശേഷമാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഇംഗ്ലീഷ് വന്നത്. പിന്നെ മാത്രമല്ല ഇന്ത്യക്ക് പുറമെ ഇപ്പോൾ അന്ന് ബ്രിട്ടീഷിൻ്റെ കോളനി ആയിട്ടുണ്ടായിരുന്ന ബംഗ്ലാദേശ്, പാകിസ്ഥാന്, മാത്രമല്ല പിന്നെ ഈവൻ ശ്രീലങ്ക, അതല്ലെങ്കിൽ മറ്റ് പിന്നെ ആഫ്രിക്കൻ കൺട്രീസ്, ഇവിടെയൊക്കെ ഇംഗ്ലീഷ് സ്പ്രെഡായത് ഒന്നെങ്കിൽ ഇംഗ്ലണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇംഗ്ലീഷ് രാജ്യങ്ങൾ പോയിട്ട് അവിടെ കൊളോണിയലൈസേഷൻ നടത്തിയതുകൊണ്ടാണ്, അവരുടെ സാമ്രാജ്യത്വവൽക്കരണം നടത്തിയത് കൊണ്ടാണെന്നുള്ള ആ ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ മറ്റൊരു സംഭവം അഡാപ്റ്റബിലിറ്റി എന്നുള്ളതാണ്. ഇംഗ്ലീഷിനെ ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നതിനുള്ള ഒരു കാരണം അത് അഡാപ്റ്റബിൾ ഒരു കപ്പാസിറ്റി അതിനുണ്ട് എന്നുള്ളതാണ്. അതായത് പിന്നെ ബോറോസ് ഫ്രം അതർ ലാംഗ്വേജസ്, മറ്റുള്ള ഭാഷകളിൽ നിന്നൊക്കെ കടമെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. മാത്രമല്ല പിന്നെ ഇപ്പോൾ സാൻസ്ക്രിറ്റിൽ നിന്ന് ഗുരു എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് കടമെടുത്തിട്ടുണ്ട്. പേർഷ്യൻ നിന്ന് പാജാമ എന്നുള്ള വാക്ക് കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മറ്റുള്ള ലാറ്റിനും പിന്നെ ഫ്രഞ്ചും പല ഭാഷകളിൽ നിന്നും പിന്നെ വാക്കുകൾ കടമെടുക്കാനുള്ള ഒരു കഴിവ് ഇതുകൂടി ഇംഗ്ലീഷിനെ ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണം ഇന്റർനാഷണൽ ബിസിനസ് മീറ്റിംഗ്, അല്ലേ, ഇതൊക്കെ ഇംഗ്ലീഷിലാണ് നടക്കാറ്. ഇപ്പോൾ ഞാൻ ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ടുള്ള ഒരു എക്സാമ്പിൾ കൊടുത്താണ്. അപ്പോൾ ഈ ഒരു സംഭവം കുറച്ച് പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം. കാരണം ഇതൊക്കെ നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യും? ഒരു എസ്സേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ലാസ്റ്റ് വന്നിട്ടുള്ള പോയിന്റ് ആയിരുന്നു ഇൻഹിബിഷനെ എങ്ങനെ നമ്മൾ ഇൻട്രോവേർട്സുകൾ എങ്ങനെ
പിന്നെ ഓവർകം ചെയ്യാന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീക്ക് ഇംഗ്ലീഷ് എന്നുള്ളത് തന്നെയാണ്. കാരണം വേറൊരു ഷോർട്ട് കട്ടില്ല. ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. മാത്രമല്ല ഒരുപാട് പോഡ്കാസ്റ്റുകൾ, യൂട്യൂബ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. പിന്നെ അതിന് പുറമെ നമ്മൾ സ്പീക്ക് ചെയ്തിട്ട് ഈവൻ എറേഴ്സ് വന്നു കഴിഞ്ഞാലും സ്പീഡിൽ ഫോക്കസ് ചെയ്യുക. സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് തന്നെ ഫോക്കസ് ചെയ്യുക. തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ സ്പീക്ക് ചെയ്തിട്ട് നല്ല ബെറ്റർ ഇംഗ്ലീഷ് സ്പീക്കർ ആവും. ഇതാണ് ഇൻട്രോവേർട്സിന് ഇൻഹിബിഷൻസിനെ ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗ്ഗം. അവിടെ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ട്. മാർഗ്ഗങ്ങൾ 5-6 ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യണേ. ഇനി അടുത്തത് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോഡൽ പിന്നെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ഇപ്പോൾ ഈ ഒരു പിന്നെ യൂണിറ്റിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പിന്നെ സിഗ്നിഫിക്കൻസ് വരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 യൂണിറ്റിലായിട്ട് പഠിച്ചിട്ടുള്ള സമ്മകളൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിലും പോയിന്റ്സ് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പോയിന്റ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെ ക്ലിയർ ആവാത്തുണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണേ. പിന്നെ എസ്സേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സിഗ്നിഫിക്കൻസ് എന്തായാലും ഒരു സാധ്യതയുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ എന്നുള്ളതൊക്കെ ഒരു എസ്സേക്ക് വരാൻ സാധ്യതയുള്ള സംഭവങ്ങളാണ്. മറ്റൊന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡ് അതല്ലെങ്കിൽ ചെറിയ പാരഗ്രാഫ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന് എക്സ്പെക്ട് ചെയ്യേണ്ടി വരിക. പക്ഷേ ഇത് നമുക്ക് എസ്സേ രൂപത്തിൽ തന്നെ വന്ന സംഗതികളായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ യൂണിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കണേ. ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട എലമെൻറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് പിന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാരണം ഇതൊരു ഷോർട്ട് നോട്ടായിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാലും നമുക്കിത് പിന്നെ വിശദമായിട്ട് എഴുതാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം കുറച്ച് എലമെൻറ്റ്സ് എന്തുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെൻഡറാണ്. കാരണം മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആൾ സെൻഡറാണ്. പിന്നെ മെസ്സേജ് എന്നുള്ളത് മറ്റൊരു എലമെൻ്റ് ആണ്. കാരണം ഇൻഫർമേഷൻ ബീങ് കമ്മ്യൂണിക്കേറ്റഡ്. ഇപ്പം ഞാൻ നിങ്ങളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്ലാസ്സിൻ്റെ കോണ്ടൻ്റ് ആണ്, ഇതിൻ്റെ നോട്ട്സും മറ്റൊക്കെയാണ് ശരിക്കും മെസ്സേജ് അല്ലേ. ഞാനിവിടെ പറയാൻ പോകുന്ന ഈ കാര്യമാണ് ഇവിടുത്തെ മെസ്സേജ്. പിന്നെ മീഡിയം മറ്റൊന്നാണ്. മീഡിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഗൂഗിൾ മീറ്റ് വഴിയോ അതല്ലെങ്കിൽ ഞാൻ എസെറ്റ് റെക്കോർഡർ വഴിയോ മറ്റെന്ത് മൊബൈൽ ത്രൂ എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് ആക്ച്വലി മീഡിയത്തിൽ വരുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഞാൻ എന്ത് രൂപത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ സ്പീച്ച് ആവാം, ചിലപ്പോൾ ടെക്സ്റ്റ് ആവാം, ചിലപ്പോൾ വീഡിയോ ആവാം, ഇതൊക്കെയാണ് മീഡിയത്തിൽ വരുന്നത്. പിന്നെ അടുത്ത എലമെൻ്റാണ് റിസീവർ എന്ന് പറയുന്നത്. റിസീവർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് സ്വീകരിക്കുന്ന ആളാണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ എന്തായാലും അവിടെ സെൻഡറും റിസീവറും മസ്റ്റായിട്ട് വേണം അല്ലേ. കാരണം ഞാനൊരു കാര്യം പറയുന്നു, അതൊരാൾ കേൾക്കുന്നു. അപ്പോൾ ആ കേൾക്കുന്ന ആളാണ്, ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളാണ് അവിടെ റിസീവറായിട്ട് വരുന്നത്. പിന്നെ അവസാനത്തിൽ വരുന്ന സംഭവമാണ് ഫീഡ്ബാക്ക്. ഇത് ഓപ്പൺ ക്ലാസ്, ലെക്ചർ, സ്പീച്ച് ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഫീഡ്ബാക്ക് എന്നുള്ളത്. കാരണം റെസ്പോൺസ് ഫ്രം ദ റിസീവർ. ഇപ്പോൾ റിസീവർ കേട്ടു, അതിൻ്റെ റിസീവർ പറയാണ് ഓക്കെ നിങ്ങളുടെ ക്ലാസ് ഉഷാറായിട്ടുണ്ട്, അതല്ലെങ്കിൽ സ്പീച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു, പുള്ളി ചിലപ്പോൾ ഇങ്ങനെ തംസപ്പ് ഇടുക, ഇതൊക്കെ ഫീഡ്ബാക്കിൽ വരുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോട്ട് ചെയ്ത് നോക്കാം. ഇതൊരു ഷോർട്ട് നോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പിന്നെ കമ്മ്യൂണിക്കേഷന് പല ടൈപ്പുകളുണ്ട്. പല ടൈപ്പിൽ അത് പിന്നെ കാറ്റഗറൈസ് ആയിട്ട് പോകുന്നുണ്ട്. ഫോർമൽ, ഇൻഫോർമൽ, വെർട്ടിക്കൽ, പിന്നെ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പിന്നെ കാണുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പാണ് പിന്നെ വേർബൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം, വേർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് സ്പോക്കൺ അതുപോലെ തന്നെ റിട്ടൺ വേർഡ്സ് ആണ്. പിന്നെ കൺവെർസേഷൻസ്, സ്പീച്ച്, ഇതൊക്കെ നമുക്ക് എന്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ്, വേർബലിലാണ്. വേർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വാം എന്നുള്ളത് മാത്രം ഓർത്ത് വെക്കരുത്. അവിടെ ഓറലും സ്പോക്കണും അതുപോലെ തന്നെ റിട്ടണും വേർബലിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, കാരണം റിട്ടൺ നമ്മളിപ്പോൾ ഒരു നോവൽ അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതിയിട്ട് പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സംഗതികളാണ്. ഓക്കെ, ഇനി പിന്നെ മറ്റൊന്നാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. കാരണം നമ്മൾ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു എഴുത്ത് ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ശരീരഭാഷ കൊണ്ട് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ആക്ച്വലി നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതും പിന്നെ ഇങ്ങനെ ആക്കിയതും അല്ലെങ്കിൽ ഇങ്ങനെ വൈക്കോ എന്ന് പറയുന്നതും ലെഫ്റ്റ് റൈറ്റ് ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്, ജസ്റ്റേഴ്സ് ആണ്. ഫേഷ്യൽ എക്സ്പ്രഷൻ, ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്, ഭയങ്കര ഹാപ്പിയാണ്, ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോഡിങ് ടു ഷോ അഗ്രിമെൻറ്റ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയില്ലേ ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളിത് അഗ്രി ചെയ്യുന്നതാണ്. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അഗ്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇത് ഓക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആക്കുന്നുണ്ടാവുള്ളൂ, അതിൻ്റെ അർത്ഥം ഓക്കെ അഗ്രി ചെയ്യുന്നുണ്ട്, ഇല്ല ഞാൻ അഗ്രി ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന സംഭവങ്ങളാണ്.
പിന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് മറ്റൊന്ന്, അതായത് ഇമേജസ്, സൈൻസ്, സിമ്പിൾസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, റോഡിലുണ്ടാകുന്ന പാർക്കിംഗ് സൈന്, പോയിക്കോ പോണ്ട എന്ന് പറയുന്ന സൈനുകൾ മറ്റൊക്കെ എന്താണ് ആക്ച്വലി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ എന്തൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി മറ്റൊന്ന് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാരിയേഴ്സ് ഓരോന്നായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ എഴുതണം. ഏറ്റവും ഫസ്റ്റ് ഫിസിക്കൽ ബാരിയർ എഴുതണം. ഫിസിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ് നോയ്സ്, ഡിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഫോൺ സിഗ്നൽ ഒന്ന് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് അവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ബാരിയറിൽ വരുന്നതാണ്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക്, റൂമിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തെ ബ്ലോക്കിലാണ് മറ്റാൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്കിൽ നിന്ന് ആ ബ്ലോക്കിലേക്ക് ഇവിടെ ഒരു ചുമരുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആക്ച്വലി എന്താണ് ഫിസിക്കൽ ബാരിയറിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ സൈക്കോളജിക്കൽ ബാരിയേഴ്സ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഓവർ ജോയാണ്, ഓവർ ഹാപ്പിയാണ്, അപ്പോൾ ചിലപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് ചിലപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സാഡാണ്, ടെൻഷനായിട്ടിരിക്കുകയാണ്, ആ സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു സ്പീച്ച് നടത്താൻ വേണ്ടി പറയണത്. എനിക്കൊരിക്കലും നല്ലപോലെ സ്പീച്ച് ചെയ്യാൻ കഴിയില്ല, കാരണം സൈക്കോളജിക്കൽ ബാരിയർ അവിടെ ഉണ്ട്. കാരണം എനിക്ക് സ്ട്രെസ് ഉണ്ട്, എനിക്ക് ഇമോഷൻസ് ഉണ്ട്, ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ബാരിയറിൽ വരുന്നത്. പിന്നെ അതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ നെർവസ് ആവുന്ന സംഭവം, കാരണം നമ്മൾ പൊതുവേ ഉണ്ടാവുന്നതായിരിക്കും. നമുക്ക് ഇൻ്റർവ്യൂർ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? കാരണം നമ്മൾ ഭയങ്കര ഇമോഷണലി ചിലപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടാവും. ആ സമയത്ത് നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അതല്ലെങ്കിൽ പുള്ളി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനോ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ സൈക്കോളജിക്കൽ ബാരിയറിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് ലിംഗ്വിസ്റ്റിക് ബാരിയറാണ്, ഭാഷാപരമായിട്ടുള്ള ഡിഫറൻസസ്. ഉദാഹരണം, പിന്നെ ഒരു ഫോറിൻ സ്പീക്കർ, ജർമ്മനിയിൽ നിന്ന് ഒരാൾ വന്നു, പുള്ളി അങ്ങോട്ട് വഴി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക് പോവുക. പുള്ളി ജർമ്മനിലാണ് ചോദിച്ചത്, നമുക്ക് അറിയുന്നില്ല. അല്ലെങ്കിൽ ചൈനീസിൽ നിന്ന് ഒരാൾ വന്നു, ചൈനീസിൽ നമ്മുടെ ഒരു കാര്യം ചോദിച്ചു, നമുക്ക് അറിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ലിംഗ്വിസ്റ്റിക് ബാരിയറാണ്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ബാരിയർ ഉണ്ട് അവിടെ. കൾച്ചറൽ ബാരിയറാണ് മറ്റൊന്ന്. ഡിഫറെൻറ്റ് കസ്റ്റംസും ട്രഡീഷൻസും വരുന്ന ആളുകൾ തമ്മിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ബോ ചെയ്യുക, ഹാൻഡ് ഷേക്ക് ചെയ്യുക, റോസ് പൂ കൊടുക്കുക. ചിലപ്പം അറബികളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉമ്മക്കും, ഇവിടെ ചീക്സിലൊക്കെ. ഇതൊക്കെ ശരിക്കും എന്താണ്, ചിലപ്പോൾ ആ ഒരു കൾച്ചറിൽ അത് ഓക്കെ ആയിരിക്കും, മറ്റൊരു കൾച്ചറിൽ പോയിട്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കൾച്ചറൽ ബാരിയേഴ്സിൽ വരുന്ന സംഭവങ്ങൾ. പിന്നെ സെമാൻറ്റിക്കും ഓർഗനൈസേഷനിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ഒരു ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യണം. കാരണം ദർ ആർ സം പ്ലാൻസ് ടു ഓവർകം ദ കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ള സെൻറ്റൻസ് കൊടുത്തിട്ട്, പിന്നെ ഹിയർ ആർ സം പ്ലാൻസ് അല്ലെങ്കിൽ സം ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോന്ന് എഴുതാം. ഒന്ന്, ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭാഷ എപ്പോഴും സിമ്പിളായിരിക്കണം, അപ്പോഴാണ് നല്ലപോലെ ഒരാളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ആവുള്ളൂ. മറ്റൊന്ന്, പിന്നെ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പോൾ ഒരു സാറ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ ഇല്ലാതാക്കാൻ സഹായിക്കും. പിന്നെ ഭയങ്കര മൈൻഡ്ഫുൾ ആവുക, ലൈക്ക് കൾച്ചറൽ ഡിഫറൻസസിനെ കുറിച്ച് നമ്മൾ മൈൻഡ്ഫുൾ ആവണം. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ കൾച്ചർ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. അപ്പോഴാണ് നമ്മൾ ഒരു ബാരിയർ ഇല്ലാതെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റഷ്യയിലാണ്, അപ്പോൾ റഷ്യൻ്റെ കൾച്ചർ എന്താണ്, അവിടെ ആളുകൾ എങ്ങനെയാണ് പരസ്പരം ഗ്രീറ്റ് ചെയ്യാറ്, എങ്ങനെയാണ് അവർ പരസ്പരം എൻകറേജ് ചെയ്യാറ്, അല്ലെങ്കിൽ ഒരാളെ പ്രശംസിക്കാറ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോഴാണ് നമ്മൾ റഷ്യയിൽ ജീവിക്കുമ്പോൾ അവിടെ തെറ്റ് കൂടാതെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫീഡ്ബാക്ക്, അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്ക് ചോദിക്കാം. ഫീഡ്ബാക്ക് ചോദിക്കുന്നത് എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്. ഓക്കെ. പിന്നെ ഫിസിക്കൽ ഡിസ്ട്രാക്ഷൻസ് ഒരിക്കലും ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്ക് കോൾ വരാം, അല്ലെങ്കിൽ എന്നെ വേറെ ആരെങ്കിലും വിളിക്കാം. അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, റൂം പൂട്ടിയിട്ടുണ്ട് അവിടെ. ഇനി കോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാരിയറും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഉദാഹരണം, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതിരിക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര കലബല സൗണ്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ നോയ്സസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കഴിയുന്ന രൂപത്തിൽ. അത് ഫോൺ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഒരാൾക്ക് ഫോൺ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, മീറ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഫോൺ കോളിൽ അവിടെ ഇവിടേക്ക് ചെയ്തിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി നിന്നിട്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് റൂമിൽ പോയിരുന്നിട്ട് ഫോൺ ചെയ്യാം. അപ്പോൾ ആ ബാരിയർ ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് സംഭവങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. 4 കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിസണിങ്ങും സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് ആണ്. ലിസണിംഗ് എന്ന് പറഞ്ഞാൽ സ്പോക്കൺ മെസ്സേജസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലേ. അണ്ടർസ്റ്റാൻഡിങ് സ്പോക്കൺ മെസ്സേജസ് കൃത്യമായിട്ട് നമ്മൾ മൈൻഡിൽ കൊടുത്ത് മനസ്സിലാക്കാം. സ്പീക്കിംഗ് മറ്റൊരു സ്കില്ലാണ്, നമ്മുടെ ഐഡിയാസ് എഫക്റ്റീവ്ലി
എക്സ്പ്രസ് ചെയ്യാൻ, അത് പ്രസംഗത്തിലൂടെ ആവട്ടെ, അതല്ലെങ്കിൽ ഒരു പിന്നെ യൂട്യൂബ് വീഡിയോയിലൂടെ ആവട്ടെ, ഒരു പ്രസൻറ്റേഷനിലൂടെ ആവട്ടെ, എങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ സ്പീക്കിങ്ങിൽ വരുന്നതാണ്. പിന്നെ റീഡിങ്, സ്പീക്കിങ്ങിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ അവിടെ വരുന്നുണ്ട്, ടെസ്റ്റിലൊന്ന് നോക്കണേ. പിന്നെ റീഡിങ്, കോംപ്രഹെൻഡിങ് റിട്ടൺ ടെക്സ്റ്റ്. നമ്മൾ ഒരു എഴുതപ്പെട്ട ഒരു പുസ്തകം അത് ശ്രദ്ധ കൊടുത്ത് വായിക്കുന്നതിനാണ് ശരിക്കും റീഡിങ് എന്ന് പറയുന്നത്, അത് നോക്കണം. പിന്നെ റൈറ്റിംഗ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ റൈറ്റിംഗ്, എസ്സേ ആവട്ടെ, അതല്ലെങ്കിൽ ലേഖനമാവട്ടെ, നോവലാവട്ടെ, അങ്ങനെ എന്ത് സംഗതി ആവാം നമ്മൾ എഴുതി ഫലിപ്പിക്കുന്നതിനാണ് റൈറ്റിംഗ് എന്ന് പറയാം. റീഡിങ്ങിൽ തന്നെ നമ്മൾ പല ടൈപ്പ് റീഡിങ്ങുകൾ വരുന്നുണ്ട് അല്ലേ, സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പിന്നെ ഒരു സാധനം ഇങ്ങനെ ജസ്റ്റ് പേജ് ഇങ്ങനെ നോക്കി പോകുന്നതാണ് സ്കിമ്മിങ് ആയിട്ട് പോകുന്നത് അല്ലേ, അതായത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവാണ് ഇത്. പക്ഷേ സ്കാനിങ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ ഡീപ്ലി നോക്കുന്ന ഇതിനാണ് ശരിക്കും എന്ത് വരുന്നത്, പിന്നെ സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കിമ്മിങ്ങും സ്കാനിങ്ങും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവങ്ങൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധ കൊടുത്ത് നോക്കണം. 2 ടൈപ്സ് ഓഫ് പിന്നെ റീഡിംഗ് ആണ്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ലിസണിങ് കൺസിഡേർഡ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ? എന്തുകൊണ്ടാണ് ലിസണിങ്ങിനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് നമ്മൾ പറയുന്നതെന്നാണ്. കാരണം ലിസണിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് എന്താ, ലിസണിങ് ഒക്കെ കേൾക്കുക. അത് എന്തുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവുന്നത്, ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലിസണിങ് എന്നുള്ളത് എപ്പോഴും നമ്മൾ മെസ്സേജ് അക്യുറേറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ലിസണിങ് ആണ്. മാത്രമല്ല നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുമ്പോഴാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, തെറ്റിദ്ധാരണകൾ ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. കാരണം പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലൊക്കെ ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ ഹസ്ബൻഡ് നന്നായിട്ട് വൈഫിൻ്റെ കാര്യങ്ങൾ ലിസൺ ചെയ്യുന്ന, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് അടിപൊളിയായിരിക്കും. അതേസമയം തന്നെ ഹസ്ബൻഡ് പറയുന്ന കാര്യങ്ങൾ വൈഫും എപ്പോഴും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പ് നല്ല അടിപൊളിയായിരിക്കും. പിന്നെ പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ തന്നെയാണ്. കാരണം പ്രൊഫഷണൽ ലൈഫിൽ ഇപ്പോൾ ഒരു CEO അല്ലെങ്കിൽ ഒരാളോട് നമ്മളോട് ഒരു ബ്രീഫ് ചെയ്ത് തരാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും നമ്മളോട്. കാരണം ഓക്കെ, ഞാൻ പറയുന്നതൊക്കെ അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, കറക്റ്റായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇനിയിപ്പോൾ ഒരു എംപ്ലോയി ഒരു കാര്യം പറയാണ്, ആ പറയുന്ന സമയത്ത് CEO കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, ഓക്കെ അത് കേൾക്കുകയാണ്, MD അത് കേൾക്കുകയാണ്, അത് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന സംഭവമാണ് ലിസണിങ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു ഉദാഹരണം, ഒരു സ്റ്റുഡൻറ്റ് ടേക്കിംഗ് നോട്ട്സ് ഇൻ ക്ലാസ് ലിസൺസ് ആക്റ്റീവ്ലി ടു അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ്. പിന്നെ ഒരു സാറ് ക്ലാസ് എടുക്കുകയാണ്, ഇപ്പോൾ ലെക്ചർ എടുക്കുകയാണ്. അപ്പോൾ ലെക്ചർ എടുക്കുന്ന സമയത്ത് കുട്ടി കൃത്യമായിട്ട് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് എഴുതി വെക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഈ കുട്ടിയും ആ ഒരു സാറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് അടിപൊളിയാക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ ലിസണിങ്ങിന് വേണ്ടി മനസ്സിലാക്കി വെക്കണം. പിന്നെ ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കുറച്ച് വലിയൊരു രീതിയിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു എസ്സേ ഒക്കെ ആയിട്ട് എഴുതുന്ന സമയത്ത് ചേർക്കേണ്ട പോയിന്റ്സ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് കൺട്രീസിൽ ഇംഗ്ലീഷ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. മാത്രമല്ല ഡിപ്ലോമസി, ബിസിനസ്, സയൻസ്, മീഡിയ, ഇൻ്റർനെറ്റ് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വെബ്സൈറ്റുകൾ, മൂവീസ്, റിസർച്ച് പേപ്പർ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇംഗ്ലീഷിലാണ് അധികം വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് വേൾഡ് വൈഡ് സംസാരിക്കപ്പെടുന്ന ഭാഷ കൂടിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്. ഇപ്പോൾ ഈവൻ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവിടുത്തെ ഒരു ഒറിജിനൽ നാറ്റീവ് ലാംഗ്വേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരുവിധ ആളുകളൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇന്ത്യ പോലുള്ള ഇത്ര വലിയൊരു രാജ്യത്തും. പിന്നെ കൊളോണിയലൈസേഷൻ, ഇത് നമ്മൾ എന്തായാലും ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ബ്രിട്ടൻ പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ട് കൊളോണിയലൈസേഷൻ നടത്തിയതിൻ്റെ കാരണമായിട്ട് കൂടിയാണ് ഇംഗ്ലീഷ് എന്നുള്ള ഭാഷ ഇത്രയധികം പല രാജ്യങ്ങളും സ്പ്രെഡായത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ പിന്നെ ലോർഡ് മെക്കാളെ 1834 പിന്നെ ലോർഡ് മെക്കാളെ പോലെയുള്ള ആളുകൾ പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സ്ഥാപിക്കാനും ഇംഗ്ലീഷ് സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ തുടങ്ങാനും ഒക്കെ പറയുന്നുണ്ട്. ലോർഡ് മെക്കാളെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ലോർഡ് മെക്കാളയുടെ ഈ ഒരു പേരും ആ ഒരു ഇയറൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലീഷുകാരെ സഹായിക്കാൻ പറ്റുന്ന പിന്നെ ഓഫീസർമാരെ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഓഫീസർമാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അവരുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ശരിക്കും എന്ത് വരുന്നത്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കടന്നു വരുന്നത്. അപ്പോൾ അത്തരം പോയിന്റുകളൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി അടുത്തത് പറയാനുള്ളത് പിന്നെ ഇംഗ്ലീഷ് എങ്ങനെയാണ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് മാറിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും ഫസ്റ്റ് ബ്രിട്ടീഷ് കൊളോണിയലിസം, നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഇത് കൂട്ടി എഴുതാൻ പറ്റുന്ന, എസ്സേ ആക്കി എഴുതാൻ പറ്റുന്ന സംഭവമാണ്. ഏറ്റവും ഫസ്റ്റ് കൊളോണിയലൈസേഷൻ വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് കോണ്ടിനെൻറ്റ്സിൽ, ഈവൻ ഏഷ്യ മാത്രമല്ല ആഫ്രിക്കയിലും പിന്നെ ഈവൻ അമേരിക്കൻ കോണ്ടിനെൻറ്റ്സിലും ഒക്കെ പിന്നെ സ്പ്രെഡ് ആയത് കാരണത്താലാണ്. പിന്നെ എക്കോണമിക് പവർ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൻ്റെ ഉദാഹരണം US,
ബ്രിട്ടൻ ഇവരെ പോലെയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളുടെ ഫിനാൻഷ്യൽ എക്കോണമിക്കൽ പവർ കാരണമായിട്ടും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമായിട്ടുണ്ട്. കാരണം അവർ കോളോണിയലിസം നടത്തി ഒരുപാട് പൈസ സമ്പാദിച്ച് വെൽത്ത് ഉണ്ടാക്കി അവരുടെ പിന്നെ കൾച്ചറും അവരുടെ ഭാഷയും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ശരിക്കും ഭാഷ ഇത്രയും പിന്നെ ഇംഗ്ലീഷ് ഭാഷ ഇത്രയും രാജ്യങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. പിന്നെ ഇൻ്റർനാഷണൽ ട്രേഡ്, ഡിപ്ലോമസി, എഡ്യൂക്കേഷൻ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ കാലത്ത് ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്താണ് പിന്നെ ഇംഗ്ലീഷാണ്. ഈവൻ ഇൻ ദുബായ് ഒരു അറബ് രാഷ്ട്രമാണ്. അവിടെയെങ്കിലും ഒരു ഒഫീഷ്യൽ ഒരു മീറ്റിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം അവിടുത്തെ ആളുകൾ സംസാരിക്കുന്നത് CA മറ്റുള്ള MD ആളുകളൊക്കെ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ എഡ്യൂക്കേഷൻ്റെയും പിന്നെ ഡിപ്ലോമസിയുടെയൊക്കെ ഒരു ഭാഷയായിട്ട് പരസ്പരം രാജ്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഒരു ഭാഷയായിട്ട് ഇംഗ്ലീഷ് മാറി എന്നുള്ളതാണ്. മാത്രമല്ല ടെക്നോളജി വന്നതിന് ശേഷം, ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഇംഗ്ലീഷിൻ്റെ പ്രസൻസ് ഗ്ലോബലി അത്രയധികം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളും ചെറിയ സബ്ഹെഡിങ് ആയിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതിയാവും കേട്ടോ. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇംഗ്ലീഷ് വേർഡ്സ് ഏതൊക്കെയാണ്, കുറച്ച് ബോറോ ചെയ്ത കുറച്ച് ഇംഗ്ലീഷ് വേർഡ് ഏതൊക്കെയാണെന്നുള്ളതാണ്. കാരണം ഇംഗ്ലീഷ് നമുക്കറിയാം അഡാപ്റ്റബിലിറ്റി ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഒരുപാട് ഭാഷകളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വേർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു പോയിൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. നമുക്ക് എക്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റബിലിറ്റി. അപ്പോൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇംഗ്ലീഷിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ ഗുരു എന്നുള്ള വേർഡ് സാൻസ്ക്രിറ്റിൽ നിന്ന്, പൈജാബ് പേർഷ്യൻ നിന്ന്, സഫാരി സ്വാഹിലി നിന്ന്, ആഫ്രിക്കൻ ആണ് സ്വാഹിലി അല്ലേ. താൻസാനിയയിലൊക്കെ പിന്നെ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് സ്വാഹിലി എന്നുള്ളത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. അപ്പോൾ അവിടെയും ബ്രിട്ടീഷ് കൊളോണിയലിസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കൾച്ചറൽ കടമെടുക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സഫാരി എന്നുള്ള വാക്ക് കിട്ടുന്നത് സ്വാഹിലി എന്നാണ്. കോഫി എന്നുള്ളത് ആക്ച്വലി അറബിക് നിന്നാണ്. അറബിക് നിന്ന് കഹവ എന്നുള്ള വാക്കിൽ നിന്നാണ് കോഫി എന്നുള്ളതൊക്കെ വരുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അഡാപ്റ്റബിലിറ്റിയുടെ ഒരു പോയിന്റ് കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് എങ്ങനെയാണ് കരിയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ഒരു കോമൺ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ഇത്തരം ഒരു കോമൺ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് എല്ലാ സെക്ഷനിലും ഈവൻ പിന്നെ ഷോർട്ട് നോട്ടിൻ്റെയും അതുപോലെ തന്നെ പിന്നെ നമുക്ക് എസ്സേസിൻ്റെ ഒക്കെ സെക്ഷനിലൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. മീൻസ് 4 ക്വസ്റ്റ്യനൊക്കെ വന്നിട്ട് 2 ക്വസ്റ്റ്യൻ എഴുതുക, 7 ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് 5 ക്വസ്റ്റ്യൻ എഴുതുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാതെ നമ്മുടെ ഐഡിയ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിപ്പോൾ എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ആ രീതിയിലുള്ള 1-2 ക്വസ്റ്റ്യൻസ് കൊടുത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്ക്, ഇംഗ്ലീഷ് എങ്ങനെയാണ് കരിയർ ഗ്രോത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തിൽ പഠിച്ചതാവില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അത് ശരിക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് MNC പോലുള്ള മൾട്ടിനാഷണൽ കമ്പനീസിൽ, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച് ഇതിനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷൻ്റെ പഠനം എന്നുള്ളത്. നമ്മുടെ കരിയറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ നെറ്റ്വർക്കിംഗ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ശരിക്കും ഇംഗ്ലീഷ് എന്നുള്ളത്. മാത്രമല്ല ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ ബിസിനസ് മീറ്റിംഗ്, പിന്നെ ഗ്ലോബൽ കോൺഫറൻസുകൾ, ഇതിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടാണ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ഒരു വ്യക്തിയുമായിട്ട്, പുറത്തുള്ള ഒരു അമേരിക്കൻ ഒരു പ്രൊഫസറുമായിട്ടൊക്കെ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബിസിനസ് മീറ്റിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കും നമ്മൾ ബിസിനസ് മീറ്റിംഗ് നടത്തുക. ഗ്ലോബൽ കോൺഫറൻസസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല, ഇൻ്റർനാഷണൽ കോൺഫറൻസ് നടക്കുകയാണ് ലണ്ടനിൽ വെച്ചിട്ട്, ഇംഗ്ലീഷിലായിരിക്കും അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ കോമൺ ഭാഷ ഉണ്ടാവുക. കാരണം എല്ലാ ആളുകളും സംസാരിക്കുന്ന ഒരു ഭാഷ ആയതുകൊണ്ട് തന്നെ, മോസ്റ്റ്ലി എല്ലാ ആളുകളും സംസാരിക്കുന്ന ഭാഷ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ശരിക്കും എന്താണ്, നമ്മുടെ കരിയർ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഇംഗ്ലീഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ ഘട്ടങ്ങളാണ് പറഞ്ഞത്. ജോബ് ആവട്ടെ, ഹയർ എഡ്യൂക്കേഷൻ ആവട്ടെ, പിന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനിലുള്ള നമ്മുടെ നെറ്റ്വർക്കിംഗ് ആവട്ടെ, പരസ്പരം ആളുകളുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻസ് ആവട്ടെ, കോൺഫറൻസസ് പോലെയുള്ള ബിസിനസ് മീറ്റിംഗ് പോലെയുള്ള ഘട്ടങ്ങളിലാവട്ടെ, അവിടെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് കരിയറിൽ നമുക്ക് ഹെൽപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത് ഞാൻ ഹിൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ സബ്മിറ്റിംഗ് ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും എസ്സേസ് ഒക്കെ വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് 1ാമത്തെ ബ്ലോക്കിൽ ടോട്ടലി പറയാനുള്ള കാര്യങ്ങൾ. നമ്മുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് വന്ന പിന്നെ ബ്ലോക്സിൻ്റെ ഒരു റിവിഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത ഒരു ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്കിൻ്റെ റിവിഷനുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ഓൾ റൈറ്റ്, താങ്ക് യു ഓൾ. എല്ലാവരും നല്ല രീതിയിൽ പിന്നെ പ്രിപ്പയർ ആയിട്ട് തന്നെ എക്സാമിന് പോവുക. നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. എന്തായാലും പിന്നെ എക്സാം വളരെ ഈസി ആവട്ടെ. എക്സാം എല്ലാവർക്കും ജയിക്കാൻ കഴിയട്ടെ. ഹാപ്പി ലേണിംഗ്. ബൈ.